ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂറോ യുഎസ്ഡിയുടെ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് മാർക്കറ്റ് നമുക്ക് തരുന്ന ഇൻഡിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇപ്പൊ ബേസിക്കലി ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നലെ മാർക്കറ്റ് ഉണ്ടാക്കിയേക്കണത്. ഓക്കെ, അത് എങ്ങനെ ഉണ്ടാക്കിയേക്കണെന്ന് നോക്കി നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഡ്രോൺ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇത് സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ താഴത്തെ ക്ലോസ് ചെയ്യാണ്ടാണ് മാർക്കറ്റ് വലിയൊരു ബുള്ളിഷ് ഉണ്ടാക്കിയേക്കണത്. എഗെയിൻ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഡെയിലി FVG ഇവിടെ വരും എന്നുള്ള നമ്മുടെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഒരു ഇത് ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഇതായിരുന്നു നമ്മൾ ഡ്രോൺ ആയിട്ട് വെച്ചത്. ഓക്കെ, സോ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. വിച്ച് മീൻസ് ആ ഒരു FVG ഒരു സെൽ സൈഡിലേക്ക് പോകാനുള്ള പവർ മാർക്കറ്റ് കുറവാണ് കാണിക്കുന്നതാണ് നമുക്ക് ഇൻഡിക്കേഷൻ. ഈവൻ നമ്മുടെ ന്യൂസുകൾ പോലും നമുക്ക് ഒരു ബൈ സൈഡിലേക്ക് യൂറോ ബൈ സൈഡിലേക്ക് പോകാനുള്ള ഇൻഡിക്കേഷൻ നമുക്ക് ഇന്നലെ തന്നും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഓവറോൾ ഞാൻ ബുള്ളിഷാണ് ഞാൻ മാർക്കറ്റിൽ നോക്കുന്നത്. ഞാൻ എന്റെ ഒരു ബൈസിൽ ഞാൻ ബുള്ളിഷാണ്. സോ 4 hour പോവുകയാണെങ്കിൽ 4 hour എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 hour എനിക്കൊരു ഡീലിംഗ് റേഞ്ച് ഇട്ടിട്ടുണ്ട്, ഒരു ഹൈ ആൻഡ് ലോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിലേക്ക് പ്രൈസ് ഒരു പുൾ ബാക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മേളിലേക്ക് പോകുന്നതാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. കാരണം പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന 4 hour തന്നെ പ്രൈസ് ഒരു എക്സ്ട്രീം പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഓവർ പ്രീമിയം ആയിട്ടാണ് നിൽക്കുന്ന പ്രൈസ്. സോ അപ്പൊ എന്തായാലും ഒരു മേളിലേക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പോകുന്നതിന് മുമ്പ് തന്നെ താഴ്ത്തിട്ട് വേണം. കാരണം നിങ്ങൾക്ക് കാണാല്ലേ ഇവിടെയൊക്കെ നല്ലൊരു FVG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആ പ്രൈസ് ആ ഒരു ഒറ്റ ബുള്ളിഷ് മൂവ്മെന്റ് പോയപ്പോഴേക്കും അവിടെ നല്ലൊരു സ്ട്രോങ് FVGs ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പൊ എന്തായാലും പ്രൈസ് താഴത്തോട്ട് വരണം, താഴത്തോട്ട് വന്നിട്ടായിരിക്കും മേളിലേക്ക് പോകാനുള്ള ഒരു മൂവ്മെന്റ് നടത്താൻ വേണ്ടി പോകുന്നു. സോ അതിനുവേണ്ടി ഞാൻ 1 hour നോക്കുമ്പോഴേക്കും 1 hour കാണാൻ വേണ്ടി സാധിക്കുന്ന 1 hour ഒരു നല്ലൊരു FVG കിടപ്പുണ്ട്, താഴത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇതെല്ലാം മാർക്കറ്റിൽ കിടപ്പുണ്ട് അല്ലേ. ഈവൻ മേളിൽ മാർക്കറ്റ് 1 hour തന്നെ മാർക്കറ്റ് പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് താഴത്തോട്ടൊരു ചെറിയൊരു മൈനർ ഷിഫ്റ്റ് ഒക്കെ തന്നിട്ടൊക്കെയാണ് പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത് തന്നെ. ഓക്കെ, വിച്ച് മീൻസ് താഴത്തേക്ക് വരാനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് പ്രൈസ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ 1 hour തന്നെ ആണെങ്കിൽ പോലും എനിക്കിവിടെ ചെറിയൊരു FVG ഉണ്ട്. സോ ഈ ഒരു FVG എനിക്ക് ഒരു വാലിഡ് FVG ആയിരിക്കും. ഞാനൊരു സെൽസ് നല്ല കൺഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു FVG സെൽസ് ചെയ്യാൻ നോക്കും. ടിൽ ഈ ഒരു 1 hour FVGയുടെ 50% വരെ ആയിരിക്കും എന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എന്റെ OT ലെവൽസ് വരെ ആയിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു പ്രൈസിന്റെ ഒരു പ്രൈസ് ആക്ഷൻസും കാരണം പോലെ ഇരിക്കും. ഓക്കെ, ഇവൻ 50 മിനിറ്റ്സിലാണെങ്കിൽ പോലും ഈ ഒരു 50 മിനിറ്റ്സ് 1 hour FVGയുടെ തൊട്ട് മേളിൽ തന്നെ ഒരു 50 മിനിറ്റ് നല്ലൊരു വലിയൊരു FVG കിടപ്പുണ്ട്. ഇവിടെ അവിടെ തന്നെ ഒരു നല്ലൊരു ബ്രേക്കർ ബ്ലോക്ക് ഒക്കെ നമുക്ക് കിടപ്പുണ്ട് അല്ലേ. സോ അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഒരു സെൽസ് കിട്ടുവാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു സെൽസ് ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടുതലും. നോക്കാം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരാൻ വേണ്ടി പോകണില്ല എന്നുള്ളത്.